ഞാൻ സത്യം പറഞ്ഞ ഒരു വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. വീഡിയോ വേണ്ടേ എന്നുള്ളൊരു ഇതായിരുന്നു. പിന്നെ വിചാരിച്ചെടുക്കാന്ന് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഇന്ന് ഇറങ്ങും. ഇന്ന് രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. എയർപോർട്ടിൽ ഒരു 3 മണിക്കൂർ മുന്നേ എത്തണം. അവിടെ 1 മണിക്കാണ്, 1:30 അങ്ങനെ എന്തോ ഞങ്ങളെ ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഉള്ളിൽ കയറിയെല്ലാം സെറ്റാക്കണ്ടേ. 12 മണിയല്ലേ, 11 മണി. അപ്പോൾ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലാണ് ഇന്ന്. ഞാനിപ്പോൾ അത് അങ്ങനെ എടുത്ത് വെക്കുന്നത്. ഇനിയിപ്പോൾ ഇത് മുഴുവനാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞങ്ങൾ എത്തിയ 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വീഡിയോ വരുന്നുണ്ടാവുക. അപ്പോൾ ഇത് എടുത്ത അന്ന് തന്നെ ഉള്ള ഇടുന്നത്. ഇത് എടുക്കുന്നത് ഇപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്, എന്നാണ് എടുക്കുന്നത്. പിന്നെ ഇടുന്നത് എന്താണെന്ന് അറിയില്ല, എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഓണം ഏട്ടൻ്റെ കൂടെ കൂടണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് നിർഭാഗ്യവശാൽ 13-ാം തീയതി ഇത് തീരും, വിസ തീരും. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങണമല്ലോ. അപ്പോൾ ഓണം ഏട്ടൻ്റെ കൂടെ കൂടാൻ പറ്റിയില്ല. നാട്ടിലെത്തിയ ഓണം വിഷുവൊക്കെ നാട്ടിലുണ്ടത് കണക്കാട്ടോ. എനിക്ക് അത്ര സന്തോഷമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഓണം ഞങ്ങളിവിടെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇടാം എന്തായാലും. ഫോട്ടോഷൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എന്തായാലും ഇടും. പിന്നെ അത് ഓണാകുമ്പോഴത്തേക്ക് ഇടും. ഈ വീഡിയോ ഓണാകുമ്പോഴത്തേക്ക് ഇടും എന്നൊക്കെയാണ് വിചാരിക്കണേ. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. ഇപ്പോൾ നേരെ ഞാൻ പോണത് എൻ്റെ വീട്ടിലേക്കാണ്. അനിയൻ എയർപോർട്ടിലേക്ക് വിളിക്കാൻ വരും. അപ്പോൾ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകണം കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഏട്ടൻ്റെ വീട്ടിലേക്ക് പോവും. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വരും, തിരിച്ച് കണ്ട് തന്നെ പോരും. പിന്നെന്താ, ബാക്കിയൊക്കെ ഇങ്ങനെ വഴിയെ കാണാം. ഈ വീഡിയോ ഞങ്ങൾ ഇന്ന് പോണതും പിന്നെ അവിടെ എത്തിയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ പോണതും ഈ ദുബായിൽ നിന്നുള്ള പോക്കും കാര്യങ്ങളും ആ വിശേഷങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഒരു 5 ഷർട്ട് ഞാൻ സ്ത്രീട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 5 ഷർട്ട് ഞാൻ സ്ത്രീട്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയാൽ ഏട്ടനെടുത്ത് ഇടാലോ, ഒരു സമാധാനം, അത്രയേ ഉള്ളൂ കേട്ടോ. എനിക്കിങ്ങനെ തോന്നി, അപ്പം ഞാൻ അങ്ങനെ ചെയ്തു, അത്രമാത്രം. അപ്പോൾ ഏട്ടനിവിടെ എത്താനായിട്ടുണ്ട്. അപ്പോൾ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഇനി ചായ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഏട്ടൻ നാട്ടിലേക്ക് വരണം. അപ്പം ഞാൻ ചായക്ക് വെച്ചിട്ടുണ്ട് വെള്ളം. പിന്നെന്തെങ്കിലും സ്നാക്സ് ഏട്ടൻ വരുമ്പോൾ വാങ്ങും. ബാക്കി നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കി. ഇനി അതൊക്കെ ഏട്ടൻ കൊണ്ടുപോകട്ടെ. ഏട്ടൻ അവിടെ ഒറ്റയ്ക്കാണ് ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ ഏട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഫ്രിഡ്ജൊക്കെ കാലിയായി. ഫ്രിഡ്ജിൽ ഉള്ളതൊക്കെ ഒഴിവാക്കി. പിന്നെ നമ്മൾ 2 ദിവസമായിട്ട് പിന്നെ സാധനങ്ങൾ അധികം വാങ്ങിയിരുന്നില്ല, പോകാനുള്ളതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ തക്കാളി, ചെറിയ ഐറ്റംസ് മാത്രം. അപ്പോൾ അതും ഇനി ഏട്ടൻ്റെ അടുത്ത് കൊടുക്കും. അങ്ങനെ എല്ലാം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഈ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത് കൂടിയിട്ട് നമ്മൾ പിന്നെ ഇനി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഏട്ടൻ നാട്ടിലെത്തണം. ഓക്കെ. പിന്നെന്താ പറയുക, ഇന്ന് ഞാൻ ഷാമ്പു ഇട്ടിരുന്നു കേട്ടോ. നല്ല മുടി പാറി. കണ്ണും മൂക്കും പൊട്ടൊന്നും ഇട്ടിട്ടില്ല. പോവാൻ നേരത്തിടാ ഞാൻ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ ലാസ്റ്റ് യാത്ര. വണ്ടി മാറി.
എന്നിട്ട് അവിടെ നിന്ന് വരുമ്പോൾ അവിടെ പോലീസാണ്. പിന്നെ ഓരോ ദിവസവും ഓരോ കട്ടിങ്ങിനാ പോലീസാണ്. മോള് കയറി നമ്മൾ വണ്ടി പൊക്കമുള്ള വണ്ടിയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ നിന്ന് നേരത്തെ വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ കറങ്ങി വരാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. ഏകദേശം ഒരു 9 മണി 9:30 ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങണം. അപ്പോൾ അതുവരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്ത് 3 പേർക്ക് വേണ്ടി ഇങ്ങനെ നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ എന്താ പറയുക, നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര ടെൻഷനുണ്ട്. ഭയങ്കര ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ളത്. പക്ഷെ പോയാലേ പറ്റുള്ളൂ. നമ്മൾ പരമാവധി ശ്രമിച്ചു നോക്കി. പക്ഷേ ഇവിടെ നിൽക്കുക എന്ന് പറയുന്നത് അത്രയൊരു ഇതിൽ കാര്യമില്ല. എന്നുവെച്ചാൽ നിൽക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ കയ്യിലൊന്നും ഭാവിക്ക് നമുക്കൊന്നും ഉണ്ടാവില്ല. എല്ലാം ഇവിടെ തന്നെ തീർന്നു പോവും. പിന്നെ നാട്ടിൽ പോകുന്ന സമയത്ത് നമുക്കൊന്നും ഉണ്ടാവില്ല കേട്ടോ. അല്ല, എനിക്കൊരു ജോലിയൊക്കെ സെറ്റ് ആവുകയാണ് ഉണ്ടെങ്കിലും ഓക്കെ ആയിരുന്നു. അങ്ങനെ കുറേ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സാലറി നല്ല കുറവാണ്. പിന്നെന്താ പറയുക, പിന്നെ നമ്മുടെ നന്ദുട്ടൻ്റെ പഠിത്തം കൂടിയൊക്കെ വരുമ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. അപ്പം വേണമെങ്കിൽ നിൽക്കായിരുന്നു. പക്ഷേ വേണ്ട, എന്തൊക്കെയായാലും ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് ഞാൻ നാട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ രാത്രിയായി. ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ കയറി. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് റൂമിൽ പോയി ഡ്രസ്സ് ഒക്കെ എടുത്ത് നമ്മുടെ ലഗേജസൊക്കെ എടുത്തിട്ട് പോവുകയാണ്. അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോഴൊക്കെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞത് ഭയങ്കര മോശമായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു. എന്താ പറയുക, അത്രയും സങ്കടമായിരുന്നു. നാട്ടിലേക്ക് പോകുന്നത് ഞാൻ വന്ന പോലെ തന്നെ ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് കേട്ടോ പോണത്. പക്ഷേ എനിക്ക് സന്തോഷമേ ഇല്ല. ഏട്ടൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ സന്തോഷിച്ചിരുന്നു കേട്ടോ. ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഏട്ടനും ഞങ്ങൾ കൂടെ ഉള്ളപ്പോൾ അതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെയല്ലേ ഓരോ ജീവിതങ്ങളല്ലേ. പിന്നെ മനസ്സിലാക്കുന്നവർ നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ വിഷമങ്ങളും ഫീലിങ്സും എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നവർ നമ്മൾ മനസ്സിലാക്കും. അല്ലാത്തവർ മനസ്സിലാക്കില്ല. അല്ലാത്തവരിങ്ങനെ ഓരോന്ന് അനുഭവിക്കാനുള്ളതൊരിക്കലും ഇതാവില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മൾ അനുഭവിക്കണ്ടേ. അപ്പോൾ നാട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് എയർപോർട്ട്. അബുദാബി എയർപോർട്ടാണ് കേട്ടോ. അത് ഭയങ്കര വലിയ എയർപോർട്ടാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്നത് ഷാർജ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾക്ക് കയറായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരാൻ കാരണം ഏട്ടന് ഇതിനകത്ത് കയറിയിട്ട് ഞങ്ങളെ ലഗേജസൊക്കെ അവിടെ ഏൽപ്പിച്ച് ഞങ്ങളെ അങ്ങോട്ട് ഉള്ളിലേക്ക് കടത്തി ബോഡി പാസ് കിട്ടുന്ന വരെ ഞങ്ങൾക്ക് ഉള്ള കാര്യങ്ങളൊക്കെ ഏട്ടന് ചെയ്തു തരാൻ പറ്റിയായിരുന്നു. അപ്പോൾ എന്താ പറയുക, അതുകൊണ്ടാണ് ഞങ്ങൾ അബുദാബി എടുത്തത്. പിന്നെ ജബലാലി ഏട്ടന് അവിടെ അടുത്ത് തന്നെയാണ് ഏട്ടൻ്റെ റൂം. അപ്പോൾ ഏട്ടന് നേരെ റൂമിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ അകത്തൊക്കെ കയറി എല്ലാം സെറ്റായി. ലഗേജസൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളെ വിളിച്ചു ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ടൈമായി. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. നന്ദുട്ടൻ ഈ കാണുന്ന നന്ദുട്ടനല്ല കേട്ടോ. കാരണം നന്ദുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. എല്ലാവരും ചോദിക്കുമായിരുന്നു എന്ത് പറ്റിയെന്ന്. നന്ദുട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാനും കുറവൊന്നുമല്ലായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം നമ്മൾ 2.5 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റിന്. കാരണം നേരത്തെ തന്നെ നമ്മൾ എത്തിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ 9 മണി 9:30 ഒക്കെ ആകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞല്ലോ. അപ്പം നേരത്തെ തന്നെ എത്തിയല്ലോ. അങ്ങനെ പിന്നെ ഫ്ലൈറ്റ് ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് ഫ്ലൈറ്റ് എടുത്തത്. അപ്പോൾ ഞങ്ങളിതാ അങ്ങോട്ട് കയറുകയാണ്. നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുക. അപ്പോൾ ഇതിൽ കൂടെ നേരെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് വിമാനത്തിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറും. പിന്നെന്താ പറയുക, അപ്പോൾ ലാസ്റ്റ് ഈ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ നന്ദുട്ടന് ഓക്കെ ആയിട്ടോ. കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വരുന്ന സമയത്ത് ഭയങ്കര കരച്ചിലായിരുന്നു. ഏട്ടൻ ഞങ്ങളെ കഴിച്ചിട്ട് ഏട്ടന് അവിടെ നിന്ന് പെട്ടെന്ന് പോയി. പിന്നെ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. വീണ്ടും തിരിച്ച് വന്നിട്ട് ഞങ്ങളങ്ങനെ നോക്കിയിട്ട് അടങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. ഈ ഒരു ഇത് വന്നപ്പോൾ വിചാരിച്ചു ദുബായിക്ക് വരണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിൽ പോലും നാട്ടിൽ നിന്നാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചിട്ടാ. പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രതീക്ഷിക്കാതെയാണ് നമ്മൾ ഇവിടേക്ക് ദുബായിക്ക് വന്നത്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഈ ഒരു വർഷം ഇങ്ങനെ ഒരു ഇതുണ്ടാവുന്നൊന്നും. പക്ഷേ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരവസരമായിരുന്നു. അപ്പോൾ
ഇവിടെ വന്നു. പക്ഷെ പോണ സമയത്ത് വല്ലാത്ത സങ്കടം തോന്നിയിട്ടാ, വരണ്ടില്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ചു. പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കുറേ ആയപ്പോൾ ഞാൻ പതുക്കെ ചെറിയൊരു സമാധാനം ഉണ്ടായി. അങ്ങനെ ഞാനും നന്ദുട്ടനും ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ കയറി. നന്ദുട്ടന് വിൻഡോ സീറ്റ് കിട്ടിയതിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ കേട്ടോ ആകാശം. ഇങ്ങനെ യാത്ര പോകേണ്ടത് പോലും തോന്നില്ല. ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുന്ന ഫീലേ ഉണ്ടാവുള്ളൂ. പുറത്തേക്ക് നോക്കുമ്പോൾ കുറേ മേഘക്കെട്ടുകളാണ് ഇങ്ങനെ കാണുക. പക്ഷെ അതൊന്നും ഇളകുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. ഒരേപോലെ ഇങ്ങനെ കുറേ പഞ്ഞിക്കെട്ട് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. നമ്മൾ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമായിരിക്കും കേട്ടോ. കണ്ട ഒരു ഇളക്കം പോലും ഇല്ലാത്ത, പക്ഷെ ഭയങ്കര സ്പീഡിലാണ് പോകണത്. നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് എല്ലാവർക്കും. പക്ഷെ ആ ഒരു ഫീലേ ഉണ്ടാവില്ല മേലെ. പിന്നെ ഇടയ്ക്ക് ക്ലൗഡ്സിലൊക്കെ ഇങ്ങനെ തട്ടുമ്പോൾ ഒരു കുലുക്കവും ഇതൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയൊക്കെയാണ് വിമാനയാത്ര. പിന്നെ നമ്മൾ എത്താനായി, താഴെ ഇറങ്ങാനായിട്ടുള്ള ഒരു സമയമാണിത് കേട്ടോ. ഇവിടെ മഴയുള്ളൂ, നല്ല മഴ. അങ്ങനെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വന്നത് എൻ്റെ വീട്ടിലേക്കാണ്. എല്ലാവരും വീഡിയോ കണ്ടല്ലോ. അപ്പോൾ വന്ന് ഇവിടെ തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇന്ന് ഏട്ടൻ്റെ വീട്ടിൽ പോകണം, സാധനങ്ങളൊക്കെ ആയിട്ട് പോകണം. അപ്പോൾ രാവിലെ തന്നെ പോകണില്ല. ഇന്നലെ വന്ന് പിന്നെ ഭയങ്കര ടയേർഡല്ലേ, നമ്മൾ യാത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ടയേർഡായിരുന്നു ഇന്നലെ. പിന്നെ നമുക്ക് പിന്നെ അവിടെ നിന്ന് വന്നപ്പോൾ ഏട്ടനെ കെട്ട് വന്നപ്പോൾ ഉള്ളൊരു വിഷമം കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ അത് അങ്ങനെ തട്ടിമുട്ടി പോയി. ഇന്ന് ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്യണം, ഞാൻ വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലേക്ക് രാവിലെ പോകാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ വിചാരിച്ച് ചേച്ചിയൊന്നും ഇപ്പോൾ രാവിലെ ഉണ്ടാവില്ല, വൈകുന്നേരം ഉണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും വൈകുന്നേരമാവും ഉണ്ടാവുക. അപ്പുറത്തുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിലൊക്കെ സ്കൂളൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ വൈകുന്നേരം പോയാലല്ലേ എല്ലാവരും കാണാൻ പറ്റുക. അപ്പോൾ വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അമ്പലത്തിലൊന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിന്നെന്താ, അപ്പോൾ ഇപ്പോൾ പോകാൻ നിൽക്കുന്നത് നമ്മളെ റൂമിൽ ഷെയറിംഗ് റൂം ആയിരുന്നല്ലോ. അപ്പോൾ അപ്പുറത്തെ റൂമിലുണ്ടായിരുന്ന ആൾ വളാഞ്ചേരി ഉള്ളതാണ്, ആയിക്ക, അവരുടെ ആണ് ഫ്ലാറ്റ് ഇട്ടാ. അപ്പോൾ അത് ഒരു ഡോക്യുമെൻ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൊടുക്കുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ തിരൂർ വളാഞ്ചേരി വലിയ വ്യത്യാസമില്ലല്ലോ. അപ്പോൾ നാട്ടിലേക്ക് വരണവരടുത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ നിന്ന് കൊറിയർ ചെയ്യുകയൊക്കെ പറ്റും, പക്ഷേ ഇത് എളുപ്പമല്ലേ. അപ്പോൾ നമ്മൾ കൊടുന്നു. ഇനി അത് തിരൂർ പോയിട്ട് കൊറിയർ ഓഫീസിൽ പോയിട്ട് കൊടുക്കണം. അപ്പോൾ അതിനാണ് ഇപ്പോൾ പോകാൻ നിൽക്കുന്നത്. പിന്നെന്താ, അത് കഴിഞ്ഞിട്ട് ഓണത്തിൻ്റെ ചെറിയൊരു ഇത്. അപ്പോൾ അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതുടനെ വേഗം ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഏട്ടൻ്റെ വീട്ടിൽ പോകും. അപ്പോൾ ആ വീഡിയോസും ഒക്കെ കൂടി കാണാം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ തുടർന്ന് കണ്ടോളൂ. ഇപ്പോൾ അതാണ് സംഭവം. ഇതിപ്പോൾ സെക്കൻഡ് ഡേ ആണ് നമ്മൾ നാട്ടിലേക്ക് എത്തിയിട്ട്. സെക്കൻഡ് ഏട്ടൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ തൊട്ട് ആൾ ഫുഡൊക്കെ വേറെ അങ്ങോട്ടൊക്കെ മാറി. എന്താ പറയുക, ഞാൻ കറി വെച്ചിരുന്നല്ലോ, കറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ കട്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലത്തേക്ക് അത് ഇതായിട്ടുണ്ട്, ചൂടൊക്കെ ആക്കിയിട്ട് രാവിലെയും ഉച്ചയ്ക്കൊക്കെ ഇന്നലെ അത് കൂട്ടിയെന്ന് പറഞ്ഞാൽ അത് കൂട്ടിയിട്ട് പൊറോട്ട, പിന്നെന്താ ഉച്ചയ്ക്ക് ചപ്പാത്തി അങ്ങനെ എന്തൊക്കെ വാങ്ങിയെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇന്നിപ്പോൾ ഒന്നും കഴിക്കാതെ ആൾ പോകുന്നുണ്ട്. ഞാൻ ബാഗിലൊരു മിഠായും മറ്റേ ബോണ്ടി മിഠായിൻ്റെ അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മിഠായിയൊക്കെ വാരിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് വാങ്ങി തരാമെന്നല്ലാണ്ട് ഏട്ടൻ അവിടെ നിന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബബിൾഗം കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ അതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ ബോണ്ടി മിഠായി എന്നിട്ടാണ് ആൾ പോണത്. ഇനി കടയിലെത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങി തിന്നുന്നൊക്കെ പറയുന്നുണ്ട്, തിന്നുമായിരിക്കും. അപ്പോൾ ആളാകെ ടോട്ടലി എന്താ പറയുക, ഇത്രയും ദിവസം എല്ലാം വെച്ച് ഒക്കെ റെഡിയാക്കി കൊടുത്തിട്ട് അത് കേട്ടപ്പോൾ എന്തോ ഭയങ്കര സങ്കടം. എന്താ ചെയ്യുക, അങ്ങനെ പോട്ടെ. പിന്നെന്താ, അപ്പോൾ ഇതൊക്കെ ചെയ്യട്ടെ. അതിന് ശേഷം വീട്ടിൽ പോകണ കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇത് വന്നിട്ട് റെഡിയായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരം ഒരു 4 മണിയൊക്കെ ആവുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഞങ്ങൾ ഇതാ വീട്ടിൽ എത്തി. ഇനി സാധനങ്ങൾ ആയിട്ട് ഏട്ടൻ്റെ വീട്ടിൽ പോവാണ്. അപ്പോൾ എന്താ പറയുക, അത് ഏട്ടൻ്റെ നമ്മളെ സച്ചു എല്ലാവരും ഉണ്ടല്ലോ, അവർക്കൊക്കെ കളിക്കുന്നതും പിന്നെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ സാധാരണ വരുന്ന പോലെ തന്നെ ഇപ്രാവശ്യം ഞങ്ങളുടെ അടുത്ത് കുറേ സാധനം തന്നു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ കൊണ്ടേ കൊടുക്കാമെന്ന് വിചാരിച്ചു.
അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചേച്ചി ഉണ്ടായിരുന്നില്ല, അമ്മ ഉണ്ടായിരുന്നില്ല. അമ്മ എൻ്റെ അടുത്തേക്ക് പോയതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെ റൂമിലൊന്ന് വന്ന് നോക്കിയിട്ടാണ് ജസ്റ്റ്, നമ്മളെ റൂം എപ്പോഴും നമുക്ക് പ്രിയപ്പെട്ടതാവുമല്ലോ. അപ്പോൾ വന്ന് നോക്കി. അപ്പോൾ ഇവിടെ ഇപ്പോൾ ചേച്ചിയാണ് കിടക്കുന്നത് തോന്നുന്നുണ്ട്. ഏറ്റവും സന്തോഷം തോന്നിയത് എൻ്റെ മണി പ്ലാന്റിനൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഞാനത് വാടിപ്പോയിട്ടുണ്ടാവുക എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അമ്മ വന്നിട്ട് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അമ്മ വരണ വരെ അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം ഞാൻ നന്ദുട്ടനും വീട്ടിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ പോകാൻ കാരണം ഒന്നുമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഒന്നുമില്ല, ഏട്ടനില്ലാതെ എനിക്ക് അവിടെ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഏട്ടനുള്ളപ്പോൾ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏട്ടനും പറഞ്ഞു അങ്ങനെ തന്നെ മതി, ഏട്ടനുള്ളപ്പോൾ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ വീട്ടിലാവുമ്പോൾ ഏട്ടനും സമാധാനമാണ്, എനിക്കും സമാധാനമാണ്. പിന്നെന്താ പറയുക, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അതാണ് നല്ലത്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു. പിന്നെന്താ പറയുക, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല. എല്ലാവർക്കും എല്ലാവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ, നമ്മളിപ്പോൾ അതൊന്നും ഷെയർ ചെയ്യണില്ല. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടാവുമല്ലോ ഞാൻ എന്താ എൻ്റെ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. ഏട്ടനില്ലാതെ എനിക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. കുറേയൊക്കെ ഞാൻ നോക്കി, പക്ഷേ പറ്റണില്ല കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെന്താ, അപ്പോൾ ശരി. പിന്നെ നമ്മളെ വീട്ടിലും ആർക്കും കുഴപ്പമൊന്നുമില്ല. ഞാൻ അമ്മുവിനോട് ചോദിച്ചപ്പോൾ അമ്മു 2 കൈ നീട്ടിയിട്ടാണ് സ്വീകരിച്ചത്. കുഴപ്പമൊന്നുമില്ല ചേച്ചി ഇവിടെ നിന്നോ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എനിക്ക് സന്തോഷത്തോടു കൂടി എടുക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെന്താ പറയുക, അപ്പോൾ ഇനി വീണ്ടും വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം. തിരുവോണ വ്ളോഗ്സ് ഉണ്ടായിരിക്കും, ഒക്കെ ഉണ്ടായിരിക്കും. വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.